കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ ഇന്ന് സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തും. തെരച്ചിൽ സംബന്ധിച്ച നിലവിലെ സാഹചര്യം മാൽപെ കുടുംബത്തെ അറിയിക്കും. അഭിജിത്ത് മുഴക്കുന്ന് വീണ്ടും ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ഇന്ന് ഈശ്വർ മാൽപെ കണ്ണാടിച്ചാലിലുള്ള അർജുൻ്റെ വീട്ടിലെത്തുകയാണ്. കുടുംബത്തെ ആശ്വസിപ്പിക്കും. ഒപ്പം തന്നെ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക, അവിടെയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടെ കുടുംബത്തെ ധരിപ്പിക്കാനൊരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ആ ഒരു ഉദ്ദേശം കൂടി ലക്ഷ്യമിട്ടാണ് ഈശ്വർ മാൽപെ കണ്ണാടിക്കയിലെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് ആ കുടുംബത്തെ അറിയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ അർജുനെ കാണാതായ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു പ്രതിസന്ധി, തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈശ്വർ മാൽപെ വരുന്നതും അദ്ദേഹം വളരെ കഠിനമായി തന്നെ പ്രയത്നിച്ചുകൊണ്ട് അർജുനായുള്ള ഒരു തെരച്ചിൽ നടത്തുന്നതും പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു തെരച്ചിൽ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. പക്ഷേ നിലവിൽ അവിടെ അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉള്ളത് എന്ന് ഈശ്വർ മാൽപ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ തെരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകൂ എന്ന് മാൽപ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കുടുംബത്തെ ഈ വിവരങ്ങൾ അറിയിക്കുക, എന്താണ് നിലവിലെ സാഹചര്യം, എന്താണ് അവിടെ നേരിടുന്ന പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കുക, ഒപ്പം തന്നെ കുടുംബത്തെ സമാധാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി തനിക്കുണ്ട് എന്ന് ഈശ്വർ മാൽപയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടി അദ്ദേഹം കണ്ണാടിക്കലുള്ള അർജുൻ്റെ വീട്ടിലേക്ക് എത്തും. അർജുൻ്റെ ഭാര്യയുമായും സഹോദരിയുമായും അമ്മയുമായും ഒക്കെ അദ്ദേഹം സംസാരിക്കും. അത് കുടുംബത്തെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പല പ്രതിസന്ധികളിലും പല പ്രതികൂല സാഹചര്യങ്ങളിലും ഈശ്വർ മാൽപെ അവർക്ക് താൻ അർജുനെ കണ്ടെത്താനായി മുന്നിട്ടിറങ്ങാം എന്നുള്ള ഒരു ആശ്വാസ വാക്കുകളുമായി മുന്നിട്ടിറങ്ങിയതാണ്. ആ ഘട്ടത്തിൽ ആ രീതിയിലൊക്കെ തന്നെ ഈശ്വർ മാൽപെ വരുന്നതും ഈ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തുന്നതും കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാകും, അവർക്ക് വലിയൊരു പ്രതീക്ഷ കൂടി നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് എത്തുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുൻ്റെ വീട്ടിലേക്ക് എത്തും, കുടുംബവുമായി സംസാരിക്കും, നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കും, കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യും. ഇതാണ് നിലവിൽ അദ്ദേഹം നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും അദ്ദേഹം എത്തുമ്പോൾ അവർക്കൊരു ആശ്വാസമാകും, അദ്ദേഹത്തോട് സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ.